പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സിൻ്റെ ക്യാൻവാസിൽ ഏറ്റവും മനോഹരമായി തെളിഞ്ഞു നിൽക്കുന്ന ഒരു വർണ്ണചിത്രമാണ് പെസഹ. പെസഹ വ്യാഴാഴ്ചയിലെ കാലുകഴുകൽ ശുശ്രൂഷയും പള്ളിയിലെ മറ്റ് തിരുക്കർമ്മങ്ങളും പിന്നീട് വീട്ടിൽ ചെന്നുള്ള പെസഹ അപ്പം ഉണ്ടാക്കലും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ചേർന്നുള്ള അപ്പം മുറിക്കലും പങ്കുവയ്ക്കലുമൊക്കെ കുഞ്ഞുനാളിൽ മാത്രമല്ല, അന്നും ഇന്നും ഇപ്പോഴും എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഏറ്റവും ഹൃദ്യമായ ആനന്ദകരമായ അനുഭവങ്ങളിൽ ഒന്നാണ്. ഇതിൽ നിന്നൊക്കെ നാം മനസ്സിലാക്കേണ്ടതും സ്വീകരിക്കേണ്ടതുമായ ചില പാഠങ്ങളുണ്ട്. അന്ത്യ അത്താഴ സമയത്തിനു മുമ്പ് ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തു. മറ്റുള്ളവരെ നമ്മേക്കാൾ വലിയവരായി ശ്രേഷ്ഠരായി കരുതാൻ കഴിയുന്ന എളിമയുടെയും വിനയത്തിൻ്റെയും മനസ്സാണ് ഈ കാലുകഴുകൽ ശുശ്രൂഷയുടെ അന്തഃസത്ത. നാം പഠിക്കേണ്ട ചെറുതാകലിൻ്റെ സുവിശേഷം കൂടിയാണിത്. നാം ഒക്കെ അണിഞ്ഞിരിക്കുന്ന അധികാരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും മേലങ്കി അഴിച്ചുവെച്ച് അരക്കച്ചി അണിയാനുള്ള ആഹ്വാനം കൂടിയാണിത്. നമ്മോടൊത്ത് വസിക്കാൻ ആഗ്രഹിച്ച് സ്വയം മുറിയപ്പെട്ടവനായി മാറിയവൻ്റെ കടന്നുപോകലിൻ്റെ ദിനമാണിന്ന്. നമ്മുടെ ഹൃദയത്തോട് നാം ചേർത്ത് വയ്ക്കേണ്ട ദൈവസ്നേഹത്തിൻ്റെ ദിനം. ഈ ദൈവസ്നേഹം പ്രസരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. നാം ആയിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ ദൈവസ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, മറിച്ച് ദ്വേഷിക്കുന്നവരെയും ദ്രോഹിക്കുന്നവരെയും സ്നേഹിക്കുവാനും അവരിലേക്ക് നന്മയായി, സ്നേഹമായി, കരുണയായി, സ്വാന്തനമായി, ഒരു കരുതൽ സ്പർശമായി കടന്നു ചെല്ലാനും നമുക്ക് കഴിയണം. സ്നേഹത്തിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും പെസഹ ആചരിക്കുന്ന ഈ അവസരത്തിൽ എല്ലാവർക്കും ഹൃദ്യമായ പെസഹ ദിന ആശംസകൾ. ഹാപ്പി മോണ്ടി വെനസ്ഡേ.